ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ അല്ലേട്ടോ കാണിക്കുന്നത്. ചെറിയൊരു ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ 2-3 ദിവസത്തെ ട്രിപ്പും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ. അപ്പം കുട്ടികൾ അവർ പ്രത്യേകം സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നുണ്ട്. അപ്പം നമ്മൾ മാത്രമായിട്ട് വീട്ടിൽ ഇരുന്ന് ബോറടിച്ച് ചാവണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളും പുറത്ത് എങ്ങോട്ടെങ്കിലും നമുക്കും പോകാം. എന്തായാലും പിള്ളേരില്ലാതെ നമുക്ക് വീട്ടിലേക്കുമ്പോൾ ഒരു മനസ്സിനൊരു പ്രയാസമാണ് എന്തായിരുന്നാലും. അപ്പോൾ അവർ വിഷമമൊക്കെ മാറാനും പിന്നെ ഒറ്റയ്ക്കിരിപ്പ് അതങ്ങ് മാറ്റാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളും വിചാരിച്ച് നമുക്കും എവിടെയെങ്കിലും പോകുന്നു. അപ്പം ടൂർക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഫുഡ് പാക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ മക്കൾക്ക് സ്കൂളിൽ ലഞ്ച് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർക്കുള്ള ഫുഡ് ഞാൻ പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്, നമുക്ക് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതാ മക്കൾക്ക് ടൂർ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും നല്ല ട്രിപ്പ് മൂഡ് ഓണാണ് കേട്ടോ എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും അവർ വണ്ടിയിലോട്ടൊക്കെ കയറുന്നുണ്ടേ. അപ്പോൾ കുട്ടികളൊക്കെ യാത്ര പറഞ്ഞ് വിട്ടതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ ട്രിപ്പ് പിന്നെ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഓൾറെഡി നമ്മൾ വണ്ടിയിൽ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എവിടെയാണ് പോകുന്നതെന്ന് നമ്മൾ പ്ലാനിങ് ഇല്ലായിരുന്നു. ഇപ്പോഴുണ്ട്, പിന്നീടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ കുട്ടികൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് കുട്ടികൾ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈമിലാണ് എവിടെ പോകണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്, അവിടെ പോകണം അങ്ങനെ നമ്മൾ ഓരോ സ്ഥലങ്ങളിങ്ങനെ പറയുന്നുണ്ടായിരുന്നേ. അവസാനം നമ്മളൊരു സ്ഥലത്തോട്ട് പോകുമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് നമ്മൾ ട്രിവാൻഡ്രം കഴിഞ്ഞ് കുറച്ച് ഒരു തമിഴ്നാടോട്ട് എത്തിയ സമയത്ത് ചെറുതായിട്ടൊരു മഴച്ചാറ്റിലുണ്ടായിരുന്നേ. പിന്നെ അങ്ങോട്ട് നല്ല വെയിലായിരുന്നു. പിന്നെ നമുക്ക് ഇടയ്ക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലഞ്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അത് പ്രോൺസ് വെച്ചിട്ടുള്ള ബിരിയാണിയാണ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വാഴയിലേക്ക് വാട്ടി അതിലാണ് പൊതിഞ്ഞ് കൊണ്ടുപോയത്. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും നമ്മുടെ യാത്ര വീണ്ടും തുടർന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ നമ്മൾ വന്നിട്ട് ഇപ്പോൾ കുറേ ഒരു 2-3 വർഷം ആവും തോന്നുന്നു. നമ്മൾ ലാസ്റ്റ് കൊടൈക്കനാൽ ട്രിപ്പ് പോയ സമയത്താണ് കേട്ടോ ഈ ഒരു ഭാഗത്തോട്ട് പോയത് തന്നെ. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും വഴിയുടെ രസകരമായ നല്ല കാഴ്ചകൾ നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. തമിഴ്നാട്ടിൽ എനിക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥലമൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണേ. അപ്പോൾ നമ്മൾ സ്ഥലം കൊണ്ട് ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ പോവുകയാണേ. നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ മക്കളൊന്നും കൂട്ടാതെ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പാണ് ഇത്. നമ്മൾ ഇതുവരെ അങ്ങനെ യാത്ര ചെയ്തിട്ടില്ല, മക്കളൊന്നും ഇല്ലാതെ ഫസ്റ്റ് ടൈമാണ് നമ്മളിങ്ങനെ യാത്ര പോകുന്നത്. സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ ആ ടൈമിലൂടെ ഇങ്ങനെ പോയിട്ടില്ല. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ആയി പിന്നെ അതിന് ശേഷം ഇപ്പോഴാണ് കേട്ടോ നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ കുറേ ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ക്ഷീണം ഉണ്ടാവുമല്ലോ. ഉച്ചയ്ക്ക് അതുപോലെ ബിരിയാണിയാണ് കഴിച്ചത്. അപ്പോൾ അതിൻ്റെ ക്ഷീണവും ചെറിയൊരു ഉറക്കമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്തെങ്കിലും കോഫിയോ ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇറങ്ങിയിട്ട് കോഫി കുടിച്ചതാണ് കേട്ടോ. കോഫിക്ക് നല്ല കടുപ്പായതുകൊണ്ട് നമ്മൾ കുറച്ച് ഇഞ്ചി മുട്ടായൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ കുടിച്ചത്. അപ്പോൾ അത് രണ്ടും കൂടെ ആയപ്പം നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു. നമ്മൾ നൈറ്റ് ഒരു 9-10 മണിയൊക്കെ ആയ സമയത്ത് കാരക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ അവിടെ കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അധികം സ്ഥലങ്ങളൊന്നും അവിടെ കാണാനില്ല, കുറച്ച് ഏരിയ ഉള്ളൂ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നു പ്ലാൻ ചെയ്തത്. നമ്മൾ പിന്നെ രാത്രി നമ്മൾ ഉറങ്ങി രാവിലെ എണീച്ച് ഫ്രഷപ്പൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോയതാണ്. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ അവിടെ അടുത്തുള്ളതിനൊരു കാരക്കുടിയിലുള്ളതിനൊരു അവിടുത്തെ ഒരു ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ദോശയും വടയും ചമ്മന്തി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കോഫിയൊക്കെ കഴിച്ചു. പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ അവർ പോകുന്ന വഴിയിലുള്ള ഒരു കാഴ്ചകളുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ആ ഒരു സ്ഥലമൊക്കെ കാണാൻ വേണ്ടി. നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ഏരിയയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്നുണ്ടല്ലോ കാനാട് കാത്താൻ എന്ന് പറഞ്ഞ ഒരു പ്ലേസിലോട്ടാണ്. അവിടെയാണ് മെയിനായിട്ടുള്ള ഒരു ചെട്ടിനാട് സ്റ്റൈലിലുള്ള ഒരു കുറച്ച് വീടും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ മെയിൻ അവിടെ ഒരു പാലസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയത്. പക്ഷേ അതിൻ്റെ അകത്തോട്ട് പ്രവേശനമില്ല. പുറത്തു നിന്ന് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഫോട്ടോയൊക്കെ വേണമെങ്കിൽ എടുക്കാം, വീഡിയോ ഒക്കെ എടുക്കാം, എന്നിട്ട് പോകാം. പിന്നെ അവിടെ തന്നെ വേറൊരു ചെറിയൊരു വീടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് ഉള്ളിലോട്ടൊക്കെ കയറിയിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ അവിടെ ആ ഒരു സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നമ്മൾ റൗണ്ട് അടിച്ചതാണ് ഫുള്ളൊന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ കറങ്ങി ഇങ്ങനെ ജസ്റ്റ് എല്ലായിടം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് രസമുണ്ട് കേട്ടോ ആ ഒരു വീടൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പല നിറത്തിലൊക്കെ പെയിൻ്റൊക്കെ ചെയ്തിട്ട് നല്ല രസമായിരുന്നു കാണാൻ വേണ്ടി. ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. ഹസ് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു, ഒരു പ്രാവശ്യം ഞാൻ ഫസ്റ്റ് ടൈമായിരുന്നു. അപ്പം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഒരുപാട് സ്ഥലമൊന്നുമില്ല കാണാൻ വേണ്ടിയിട്ട്. 1 ഡേ സ്റ്റേ ഒക്കെ ചെയ്ത് നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം, അത്രേ ഉള്ളേ. പിന്നെ ഇവിടെ തന്നെ വേറൊരു വീട് കാണാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓപ്പൺ ആയിരുന്നേ. അത് നമുക്കൊന്ന് കയറി കാണാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഒരു കാരക്കുടി ആ ഒരു ഏരിയ ഫുള്ളായിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റൗണ്ട് അടിക്കുന്ന കേട്ടോ ആ ഒരു സ്ട്രീറ്റിലൂടെയൊക്കെ ജസ്റ്റ് ആ ഒരു ഭംഗിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. അപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്ത് വന്നിട്ട് അവിടെ ഉള്ളൊരു വീട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിനുള്ളിൽ കുറച്ചിങ്ങനെ കാണാനുണ്ടായിരുന്നേ. കുറച്ച് ജസ്റ്റ് ചെറിയ പ്ലേസാണ്, ഒരുപാടൊന്നുമില്ല നടന്ന് കാണാൻ വേണ്ടിയിട്ട്. എങ്കിലും കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട് കൊള്ളാം. ഇതാണ് കേട്ടോ ആ ഒരു വീടെന്ന് പറയുന്നത്. ഇതിനുള്ളിലായിട്ട് നമുക്ക് കയറി കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിലേക്കൊന്ന് കാണിച്ചു തരാം.
വീഡിയോ ഷൂട്ട് ചെയ്യും കേട്ടോ. അങ്ങനെ ക്യാമറ അങ്ങനെയുള്ളതിന് എക്സ്ട്രാ ചാർജ് ചെയ്യണമെന്ന് തോന്നുന്നു. നമ്മൾ സാധാരണ ഫോണിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല. നമ്മൾ ആദ്യം കാണിച്ചില്ലേ, അതാണ് കേട്ടോ മെയിനായിട്ട് ചെട്ടിനാട് പാലസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു, എന്താണ് ഏതാണെന്നൊന്ന് പറഞ്ഞു തരുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ജസ്റ്റ് ഒന്ന് കണ്ടു വീഡിയോ ഷൂട്ട് ചെയ്തു കേട്ടോ. പിന്നെ നോക്കുന്ന സമയത്ത് അവിടെ നല്ലൊരു കണ്ണാടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്നൊരു മിറർ സെൽഫിയൊക്കെ എടുത്ത് ഇതിലിങ്ങനെ പാട്ടൊക്കെ ഇടണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കോപ്പിറൈറ്റ് ക്ലെയിം വരും എന്നുള്ളതുകൊണ്ട് ഞാൻ അതൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് വീഡിയോ ഒന്ന് കാണിച്ചു തരുന്നതാണ് നിങ്ങൾക്ക്. പിന്നെ ഇതാ നോക്കിയപ്പോൾ അവിടെ നല്ലൊരു ഊഞ്ഞാലുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും ഹസ്സും കൂടെ അതിൽ കയറി ഇരുന്നു. പൊട്ടി വീഴോ എന്ന് പേടിച്ചാണ് കയറിയിരുന്നു കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, നല്ല ബലമുള്ളതായിരുന്നു. നമ്മൾ അതിലേക്ക് ഇരുന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ആടി, വലുതായിട്ട് ആടിയില്ല, പൊട്ടി വീണാലോ, മനസ്സിലൊരു ഭയം ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് അവിടുത്തെ ഒരു ഫുൾ ഷൂട്ടൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിതാ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടേ. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇനി പോകുന്നത് ആത്തൻകുടി പാലസിലോട്ടാണ് കേട്ടോ. മെയിൻ മറ്റേ ചെട്ടിനാട് പാലസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മൾ ആദ്യം എടുത്തില്ല ഒരു ഷൂട്ടാണ് കേട്ടോ. നമ്മൾ ആ ഒരു വീട്ടിൽ കയറിയ വീട് അതല്ല കേട്ടോ, അത് വേറെ എന്തോ ആണ്. അതിൻ്റെ പേരെനിക്ക് അത്ര പിടുത്തമില്ല. നമ്മളിതാ ആത്തൻകുടി ആ ഒരു പ്ലേസിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നേ. ഇതിന് ഈ ഒരു പറയുന്നത് ലക്ഷ്മി വിലാസ് എന്നാണ് കേട്ടോ ഈ ഒരു വീടിന് പറയുന്നത്. അത് സൂപ്പറായിരുന്നു കേട്ടോ, നല്ല ഇൻറ്റീരിയൽ വർക്കൊക്കെ സൂപ്പറായിരുന്നു. ആ ഒരു തറയും പിന്നെ ആ ഒരു ചുവരും മൊത്തത്തിലൊരു അടിപൊളി സൂപ്പറായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസൊക്കെ ഇങ്ങനെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. കാണണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് കാണുമല്ലോ ഇനി ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയതാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ. എന്നാലും ഇതൊക്കെ ചെയ്തവരെ സമ്മതിക്കണം. ഇപ്പം നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ജസ്റ്റ് ഒരു ടേൽസ് അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഞാൻ ഇത് ഒരു ഗൈഡ് വന്നത് വിവരിക്കുന്നതായിരിക്കും ഞാൻ വിചാരിച്ചത് ആത്തൻകുടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള അവിടെ ഉള്ളവരുണ്ടാക്കുന്ന ഒരു ടേൽസ് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ അവിടെ ഒരു ഗൈഡ് വന്നിട്ട് വേറെ ഒരു ഫോറിനേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്കിങ്ങനെ ഒരു ഗൈഡ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സ്പെയിനിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഉള്ള സംഭവങ്ങൾ ടേൽസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടാണ് അവിടെ അവർ പണി കഴിപ്പിച്ചതെന്നുള്ളത്. അപ്പോഴാണ് ഇത് മനസ്സിലായത് ഇത് എവിടെ നിന്നൊക്കെ വന്നതാണെന്നുള്ളത്. പക്ഷേ ഇത് അവിടെ ഉള്ളതില്ല, മെയിനായിട്ട് ഇവർ പുറത്തുനിന്നൊക്കെ വരുത്തിച്ച് ചെയ്തതെന്നുള്ളത്. കാണാൻ സൂപ്പറായിരുന്നു കേട്ടോ. ഈ ഒരു വീട് എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആദ്യം കണ്ടതിനേക്കാൾ. പക്ഷെ അതിൻ്റെ അത്ര ഒരുപാട് വലിപ്പമില്ല എങ്കിലും ഒക്കെ ആയിരുന്നു കേട്ടോ, കാണാൻ വേണ്ടി നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു
പിന്നെ ഈ ഒരു 2 വീടാണ് മെയിനായിട്ട് അവിടെ കാണാനുള്ളത്. അപ്പോൾ നമ്മളതൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ വീട്ടിലോട്ട് തിരിച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ വരുന്ന വഴിക്ക് പിന്നെ നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഫുഡൊക്കെ കൊള്ളായിരുന്നു. പിന്നെ അവിടുത്തെ സാധാരണ ഒരു പൊന്നിയരി തമിഴ്നാടായിരുന്നല്ലോ, അപ്പോൾ പൊന്നിയരി ചോറും സാമ്പാർ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ലാസ്റ്റ് അവർ നമുക്ക് കുടിക്കാൻ വേണ്ടി എന്തോ ഒരു ജ്യൂസ്, ഞാൻ അത് കഴിച്ചില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വായു പോലും വെച്ചില്ല സംഭവം സത്യം പറഞ്ഞാൽ. പഴം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊണ്ടുവന്നതാണ്. ഫുഡൊക്കെ കഴിച്ച് കൊള്ളായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നേരെ ഇതാ വീട്ടിലോട്ട് വരുന്നുണ്ട്. ഈ ഒരു സ്ഥലം കണ്ടിട്ട് ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. ഒരു പാട്ടിലുണ്ട് ഈ ഒരു പ്ലേസ് മെയിനായിട്ട്. പിന്നെ നമ്മളൊരു നൈറ്റ് ഒരു 10-10:30 ആയ സമയത്ത് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നേ. പിന്നെ നൈറ്റ് ഫുഡൊക്കെ പുറത്തുനിന്നായിരുന്നു കഴിച്ചിട്ട്. പിന്നെ നമ്മൾ രാവിലെ വീണ്ടും അതിൻ്റെ ബാക്കി കൊണ്ടുവന്ന് അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും 2-3 ദിവസത്തെ ഒരു ഫുഡ് സാമ്പാറും ചോറൊക്കെ കഴിച്ച് വായി പോയിരിക്കുകയായിരുന്നു കേട്ടോ, നാക്കൊക്കെ ചെത്തിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഉച്ചയ്ക്ക് ചോറും പിന്നെ കുറച്ച് ഞാൻ കിട്ടിയതിന് മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ കുറച്ച് തോരനും കുറച്ച് പ്രോൺസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കുറച്ച് കറിയും വെച്ച് കുറച്ച് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് കഴിച്ചപ്പോൾ കിട്ടിയൊരു ആശ്വാസം വേറെ എവിടെ നിന്ന് കഴിച്ചാലും നമുക്ക് കിട്ടൂല. അതൊരു വല്ലാത്തൊരു വികാരമാണ് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു, അടിപൊളിയായിരുന്നു. നമ്മുടെ ഒരു കുഞ്ഞ് ട്രാവൽ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യൂ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.